ഹായ് ഓൾ. നമ്മൾ ഇൻ്റഗ്രേഷനുമായി ബന്ധപ്പെട്ട് കുറേ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്തു. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. ആ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ പറയുന്നതിന് മുന്നേ നമുക്ക് ആദ്യം പഠിച്ചിരിക്കേണ്ട ഒരു പ്രധാന കാര്യം ഞാനൊന്ന് ചർച്ച ചെയ്യാം. അതാണ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് പറയുന്ന ഭാഗം. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. എന്താണ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വന്നാൽ? നമ്മൾ ഇത്രയും നേരം ചെയ്ത എല്ലാ പ്രോബ്ലത്തിലും ഒന്നുകിൽ ഒരു ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് സോൾവ് ചെയ്തു, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തു. ഇത് രണ്ടും നടക്കാത്ത ചില സിറ്റുവേഷൻസ് ഉണ്ട്. അതായത് എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയ രണ്ട് ഫങ്ഷൻസ് ആണ് നമുക്ക് ഇൻ്റഗ്രേഷനിൽ ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ നമുക്കൊരിക്കലും എന്തുപയോഗിക്കാൻ പറ്റില്ല? സബ്സ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് ഇക്വേഷനോ ഉപയോഗിക്കാൻ പറ്റില്ല. അത്തരം സിറ്റുവേഷൻ വരുമ്പോഴാണ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, യു ആൻഡ് വി എന്ന് പറയുന്ന രണ്ട് ഫങ്ഷൻസ് ആണ്, രണ്ടും വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതായത് ഇഫ് യു ആൻഡ് വി ആർ ദി ഫങ്ഷൻസ് ഓഫ് എക്സ് ആണെങ്കിൽ, എക്സിൻ്റെ രണ്ട് ഫങ്ഷൻസ് ആണെങ്കിൽ ഇൻ്റഗ്രൽ യു വി ഡി എക്സ് എന്ന് വന്നാൽ എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ഫങ്ഷൻ യു സെക്കൻഡ് ഫങ്ഷൻ വി ആണെങ്കിൽ ഫസ്റ്റ് ഫങ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇതാണ് ആ ഒരു ഇക്വേഷൻ. ഇവിടെ തന്നിരിക്കുന്നത് യു ആൻഡ് വി എന്ന് പറയുന്നത് രണ്ട് ഇൻഡിപെൻഡൻ്റ് ആയ എക്സിൻ്റെ ഫങ്ഷൻസ് ആണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ സോൾവ് ചെയ്യുന്നു? ഫസ്റ്റ് ഫങ്ഷൻ യു ആണ്, സെക്കൻഡ് ഫങ്ഷൻ വിയുമാണെങ്കിൽ അതിൻ്റെ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. എന്താ ഇക്വേഷൻ? ഫസ്റ്റ് ഫങ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇതാണ് അതിൻ്റെ ഒരു ഇക്വേഷൻ. ഇനി നിങ്ങൾക്ക് തന്നിരിക്കുന്ന രണ്ട് ഇൻഡിപെൻഡൻറ്റ് ഫങ്ഷൻസ് ഉണ്ട്. ഈ ഫങ്ഷൻസിനെ ചൂസ് ചെയ്യുന്നതിന് ഒരു ഓർഡർ പഠിക്കാറുണ്ട്. ഈ ഓർഡർ ഒരു ചെറിയൊരു ഷോർട്ട് കട്ടിലൂടെ ഞാൻ പറയാം. ഷോർട്ട് കട്ട് ഇതാണ്: ഐ ലേറ്റ് എന്നാണ് പറയുന്നത്. എന്താണ് ഈ ഐ ലേറ്റ് എന്ന് വെച്ചാൽ? ഐ ലേറ്റ് എന്നിൽ ഐ എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ. എന്താണ് ഇൻറ്റിജർ? അതായത് ഈ എക്സ് സ്ക്വയർ ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഇൻറ്റിജർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ എൽ എന്ന് പറയുന്നത് ലോഗ് ഫങ്ഷൻസ് ആണ്, ലോഗരിതമിക്കായ ഫങ്ഷൻസ്. ഓക്കെ, ഐ എന്ന് പറയുന്നത് ഇൻറ്റിജർ, എൽ എന്ന് പറയുന്നത് ലോഗരിതമിക് ആണ്. ഐ എന്ന് വെച്ചാൽ ഇൻറ്റിജർ അല്ല, സോറി, അത് ഈ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ആണ്. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ആണ്. എൽ എന്ന് പറയുന്നത് ലോഗരിതമിക് ഫങ്ഷൻ. എ എന്ന് പറയുന്നത് ഓൾജിബ്രിക് ഫങ്ഷൻ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ് സ്ക്വയർ പോലെയുള്ള ഫങ്ഷൻസ്. ടി എന്ന് പറയുന്നത് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ആണ്. ട്രിഗ്നോമെട്രിക് ഫങ്ഷൻ. ഇ എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ഫങ്ഷൻ. അപ്പം ഐ എന്ന് പറയുന്നത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക്, എൽ എന്ന് പറയുന്നത് ലോഗരിതമിക്, എ ഓൾജിബ്രിക്, ടി എന്ന് പറയുന്നത് ട്രിഗ്നോമെട്രിക്, ഇ എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ. ഈ ഓർഡറിലായിരിക്കണം ഫങ്ഷൻസ് എടുക്കേണ്ടത്. എങ്ങനെയാണ് ഫങ്ഷൻ എടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം ആദ്യത്തെ ഫങ്ഷൻ ഏതായിരിക്കണം? ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക്, ലോഗരിതമിക്, ഓൾജിബ്രിക്, ട്രിഗ്നോമെട്രിക്, എക്സ്പോണൻഷ്യൽ. ഈ ഒരു ഓർഡർ കൂടെ പഠിച്ചു വയ്ക്കുക. അതെങ്ങനെ എടുക്കുന്നുള്ളൂ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പം നമുക്ക് തന്നിരിക്കുന്ന രണ്ട് ഫങ്ഷൻസ് എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയ രണ്ട് ഫങ്ഷൻസ് ആണെങ്കിൽ അതിനെ സോൾവ് ചെയ്യുന്ന മെത്തേഡാണ്
ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് പറയുന്നത്. നമുക്കൊരു പ്രോബ്ലം ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്നത് ക്യാച്ച് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇൻ്റഗ്രൽ എക്സ് ലോഗ് എക്സ്. ഇൻ്റഗ്രൽ എക്സ് ലോഗ് എക്സ്. ഇവിടെ നിങ്ങൾ നോക്കൂ, എക്സും ഉണ്ട് ലോഗ് എക്സും ഉണ്ട്. എക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയാം, അതൊരു ഓൾജിബ്രിക് ഫംഗ്ഷനാണ്. ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ ലോഗരിതമിക് ഫംഗ്ഷൻ. നമ്മളുടെ ഈ ഓർഡർ അനുസരിച്ച് ആദ്യം ആര് വരണം? ഇവിടെ തന്നതിൽ ഓൾജിബ്രിക്കും ഉണ്ട് ലോഗരിതമിക്കും ഉണ്ട്. ഓൾജിബ്രിക് ആണോ ലോഗരിതമിക് ആണോ ആദ്യം വരേണ്ടത്? ഇവിടെ എല്ലാണ് ആദ്യം വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ ഫംഗ്ഷൻ എങ്ങനെ മാറ്റണം? ആദ്യം ലോഗരിതമിക് എഴുതാം. അടുത്തത് ഏതെഴുതണം? ഓൾജിബ്രിക് ഫംഗ്ഷൻ എഴുതുക ഇൻറ്റു ഡി എക്സ്. അപ്പോൾ ഇതിലെ യു എന്ന് പറയുന്ന ഫംഗ്ഷൻ ഏതാ? യു എന്ന് പറഞ്ഞാൽ ലോഗ് എക്സ്, വി എന്ന് പറഞ്ഞാൽ ഓൾജിബ്രിക്. അപ്പോൾ ആദ്യം ഈ ഓർഡർ ഫോളോ ചെയ്യണം. ആദ്യം ഇവിടെ ലോഗരിതമിക് ആണ് നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു ഓർഡർ അനുസരിച്ച്. ആദ്യം ലോഗരിതമിക് ആയതുകൊണ്ട് ഞാൻ ലോഗരിതമിക് ആദ്യം എഴുതി, പിന്നെ ഓൾജിബ്രിക് ആയതുകൊണ്ട് ഓൾജിബ്രിക് എഴുതി. ആ ഒരു ഓർഡർ തെറ്റരുത്. തെറ്റിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോവും, ഇൻ്റഗ്രേഷൻ കിട്ടില്ല. ഇനി നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? ഇൻ്റഗ്രൽ യു ഇൻറ്റു വി ഡി എക്സ് എന്താ വരിക? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. നോക്കാം, ഏതായിരുന്നു ഫസ്റ്റ് ഫംഗ്ഷൻ? ലോഗ് എക്സ് അല്ലേ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന് വെച്ചാൽ എക്സ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ലോഗ് എക്സ് അല്ലേ? ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ലോഗ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് ആണല്ലോ. ഇനി നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ലോഗ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് എക്സ് ഡി എക്സ് എന്തായിരുന്നു? ഇൻ്റഗ്രൽ ഓഫ് എക്സ് റൈസ് ടു എൻ, എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 പ്ലസ് സി എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചത് അല്ലേ? ഇവിടെ എക്സിൻ്റെ പവർ 1 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? ലോഗ് എക്സ് ഇൻറ്റു n 1 ആണെങ്കിൽ എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ്. എന്തായിരുന്നു ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ്? ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നിങ്ങൾക്കറിയാം 1/x ആണ്. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഡിഫറൻസിയേഷൻ പഠിച്ച ആളുകളാണ് നിങ്ങൾക്കറിയാം 1/x ആണ്. ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് എക്സ് സ്ക്വയർ ബൈ 2 അല്ലേ? ഒന്നുകൂടെ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. ലോഗ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് ഈ 2നെ ഞാൻ വെളിയിലേക്ക് എടുക്കുകയാണ്. സോ 1/2 ഇൻ്റഗ്രൽ 1/x ഇൻറ്റു എക്സ് സ്ക്വയർ അല്ലേ? അപ്പോൾ ഇവിടെ എന്താ വരിക? ലോഗ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ലോഗ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് ഇവിടെ ഒരു എക്സ് ഞാൻ കട്ട് ചെയ്തു. ബാക്കി എന്ത് വന്നു? 1/2 ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് അല്ലേ? സോ ലോഗ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് എക്സ്. എക്സിൻ്റെ പവർ 1 ആണ്. സോ എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ്. ഇതാണ് നമ്മളുടെ ആൻസർ. ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ലോഗ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് 1/2 എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എ കോൺസ്റ്റൻറ്റ്. 7 മാർക്കിന് ചോദിച്ച ഒരു ചോദ്യമാണിത്. വന്നു കഴിഞ്ഞാൽ വിട്ട് കളയാതെ പഠിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നു. വളരെ പ്രാധാന്യമുണ്ട്. പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കണം. വെരി ഇമ്പോർട്ടൻറ്റ്
ക്വസ്റ്റ്യൻ. ഇനി നമുക്കിതുപോലെ തന്നെയുള്ള മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാം. മറ്റൊരു ചോദ്യം ഇങ്ങനെയാണ്. ഇൻ്റഗ്രൽ 1 to 2 log x dx. log x dx. ഇങ്ങനെയാണ് ഒരു ചോദ്യം വന്നതെങ്കിൽ നമ്മൾ എന്താ അവിടെ ചെയ്യുക? log x dx. ഇങ്ങനെയാണ് ഒരു ചോദ്യം വന്നതെങ്കിൽ നിങ്ങളതിനെ എങ്ങനെ സോൾവ് ചെയ്യും? ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. വെറും log x നമുക്ക് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ എന്താ ഇവിടെ ചെയ്യുകയെന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ 1 to 2 log x ഇൻറ്റു 1. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു എക്സ് റൈസ് ടു 0യുടെ വാല്യൂ 1 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എക്സ് റൈസ് ടു 0 dx. എക്സ് റൈസ് ടു 0 dx എഴുതാമല്ലോ. അപ്പോൾ ഇവിടുത്തെ യു ഏതാണ്? യു എന്ന് പറഞ്ഞാൽ ലോഗ് എക്സ് ആണ്. വി എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു 0. യു എന്ന് പറഞ്ഞാൽ ലോഗ് എക്സ് ആണ്. വി എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു 0. ഇനി നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ്. നമുക്കറിയാം എക്സ് റൈസ് ടു എന്നിൻ്റെത് എക്സ് റൈസ് ടു n+1/n+1 ആണ്. ഇവിടെ എന്നിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? എക്സ് റൈസ് ടു n+1/n+1 ആണ്. n 0 ആണെങ്കിൽ എക്സ് ബൈ 1 എക്സ് തന്നെ അല്ലേ? മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് എന്താ വരിക? 1/x. എക്സ് റൈസ് ടു 0 ആണെങ്കിൽ ഒരു എക്സ് വരും, dx അല്ലേ? ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ എക്സും ഈ എക്സും കട്ട് ചെയ്യാം. ബാക്കി എന്താ ഉണ്ടാവുക? ലോഗ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് dx. ബാക്കി എന്ത് വരും? ലോഗ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് അല്ലേ? വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടിലും എക്സ് കോമൺ ആണ്. പുറത്തേക്ക് എടുത്താൽ ലോഗ് എക്സ് മൈനസ് 1. എക്സ് ഇൻറ്റു ലോഗ് എക്സ് മൈനസ് 1. എക്സ് ഇൻറ്റു ലോഗ് എക്സ് മൈനസ് 1 എന്ന് എഴുതാം. എക്സ് ഇൻറ്റു ലോഗ് എക്സ് മൈനസ് 1 അല്ലേ? പക്ഷെ ഇവിടെ ചെറിയ ഒരു കാര്യവും കൂടി നമുക്ക് ചെയ്യാനുണ്ട്. എന്താണ്? ലിമിറ്റ് നമ്മൾ കൊടുത്തിട്ടില്ല. 1 to 2 ഞാൻ വിട്ടുപോയതാണ്. നമുക്കതുകൂടി ഒന്ന് കൊടുക്കാം. അതായത് എക്സ് ഇൻറ്റു ലോഗ് എക്സ് മൈനസ് 1 അല്ലേ? എക്സ് ഇൻറ്റു ലോഗ് എക്സ് മൈനസ് 1 എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കൊടുക്കാം. ഏതായിരുന്നു ലിമിറ്റ് കൊടുത്തത്? 1 to 2. 1 to 2 ഇതാണ് ഇവിടുത്തെ സംഭവം. ഞാൻ ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റുകയാണ്. ഈ എക്സിനെ തൽക്കാലം ഞാനിപ്പോൾ കോമൺ ആക്കി എടുക്കുന്നില്ല. ഇത് ഞാനൊന്ന് മാറ്റി ഇങ്ങനെ എഴുതുകയാണ്. എക്സ് ലോഗ് എക്സ് മൈനസ് എക്സ് വിത്തിൻ ദ ലിമിറ്റ് 1 to 2. അപ്പോൾ എങ്ങനെ എഴുതാം? ആദ്യം എക്സിന് 2 കൊടുക്കുക. അപ്പോൾ 2 ലോഗ് 2 മൈനസ് 2 മൈനസ് 1 ലോഗ് 1 മൈനസ് 1. ഓക്കെ, 2 ലോഗ് 2 മൈനസ് 2 മൈനസ് 1 ലോഗ് 1 മൈനസ് 1. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? 2 ലോഗ് 2 മൈനസ് 2 മൈനസ് ലോഗ് 1 മൈനസ് മൈനസ് പ്ലസ് മൈനസ് മൈനസ്
പ്ലസ്. അല്ലേ? ലോഗ് 1ൻ്റെ വാല്യൂ എത്രയാണ്? ലോഗ് 1ൻ്റെ വാല്യൂ നിങ്ങൾ പഠിച്ചതാണല്ലോ. ലോഗ് 1ൻ്റെ വാല്യൂ 0 ആണ് അല്ലേ? ലോഗ് 1ൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ഇതെങ്ങനെ മാറ്റി എഴുതാം? 2 ലോഗ് 2 മൈനസ് 2 ലോഗ് 1ൻ്റെ വാല്യൂ 0 ആണ് പ്ലസ് 1. അതായത് 2 ലോഗ് 2 മൈനസ് 1. 2 ലോഗ് 2 മൈനസ് 1. എങ്ങനെ മൈനസ് 1 ആയി? മൈനസ് 2 പ്ലസ് 1 ചെയ്ത മൈനസ് 1. സോ 2 ലോഗ് 2 മൈനസ് 1. ഇതാണ് നമ്മളുടെ ആൻസർ. 2 ലോഗ് 2 മൈനസ് 1. 2 ലോഗ് 2 മൈനസ്, ഇപ്പം 2 ലോഗ് 2 മൈനസ് 1 എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് പരീക്ഷയ്ക്ക് ഇതും ചോദിച്ച് കാണാറുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് തന്നെ ഇത് പഠിച്ച് ഉറപ്പിക്കാൻ ശ്രമിക്കുക. കിട്ടിയോ? ഓക്കെ ആണോ? ക്ലിയർ ആണ് എന്ന് തന്നെ വിചാരിക്കുന്നു. വേറെ കാര്യമായ